മഹാവിഷ്ണുവിന്റെ 10 ദശാവതാരങ്ങളിൽ ആദ്യത്തെ മത്സ്യാവതാരത്തെ പറ്റി നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. പ്രാചീന കാലത്ത് സത്യയുഗം അവസാനിക്കുന്ന സമയത്ത് ലോകത്തിൽ അധർമ്മം ഉയർന്നു വന്നു. സത്യം, ധർമ്മം, നീതി എന്നിവ നശിച്ചപ്പോൾ മഹാപ്രളയം അടുപ്പിച്ചു. ഈ പ്രളയത്തിൽ ഭൂമി മുഴുവൻ മുങ്ങിപ്പോകാൻ പോവുകയായിരുന്നു. അന്നത്തെ ധാർമ്മികനായ രാജാവ് സത്യവ്രതൻ സമാഹിതനായ തപസ്സിലായിരുന്നു. ഒരു ദിവസം അദ്ദേഹം സൂര്യനെ അഭിഷേകം ചെയ്യുന്നതിനായി കയ്യിൽ വെള്ളമെടുത്തപ്പോൾ ഒരു ചെറിയ മീൻ കയ്യിലുണ്ടായി. ആ മീൻ രാജാവിനോട് പറഞ്ഞു, രാജാ, ദയവായി എന്നെ ഈ വെള്ളത്തിൽ വീഴ്ത്തരുത്. ഞാൻ വലുതാകുന്നത് വരെ ദയവായി എന്നെ സംരക്ഷിക്കൂ. വലിയ മീൻമാർ എന്നെ ഭക്ഷിക്കുമെന്ന് ഭയമുണ്ട്. രാജാവ് കരുണയോടെ ആ മീനിനെ തന്റെ കമണ്ഡലത്തിൽ വെച്ചു. എന്നാൽ അത്ഭുതകരമായി ആ മീൻ വലുതാകി തുടങ്ങി. അവർ അതിനെ ഒരു കൂപ്പിൽ മാറ്റി, പിന്നെ തടാകത്തിലേക്ക്, അതിനുശേഷം സമുദ്രത്തിലേക്ക് വരെ മാറ്റി. പക്ഷെ മീൻ വലുതായിക്കൊണ്ടിരുന്നു. ഇത് അസാധാരണ മത്സ്യമാണെന്ന് മനസ്സിലാക്കി രാജാവ് വീണ് പതഞ്ഞു ചോദിച്ചു, ആരാണ് നീ? ദൈവികത നിറഞ്ഞ ഈ രൂപം ആരുടേതാണ്? മീൻ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാവിഷ്ണു. ദിവ്യജാലയിൽ കുതിർന്ന് വിഷ്ണു പറഞ്ഞു, ഒരു മഹാപ്രളയം ലോകത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. നീ ഒരു വലിയ തോണി നിർമ്മിക്കണം. എല്ലാ സസ്യങ്ങളുടെയും വിത്തുകൾ, ഓരോ ജീവികളുടെയും ദമ്പതികളായ പ്രതിനിധികൾ, സപ്തർഷിമാർ എന്നിവയെല്ലാം അതിൽ ഉൾക്കൊള്ളണം. മഴ പെയ്യാൻ തുടങ്ങി. ആകാശവും ഭൂമിയും തമ്മിൽ വേറില്ലാതെ വെള്ളം എല്ലായിടത്തും നിറഞ്ഞു. ലോകം മുഴുവനും ഒരു സമുദ്രമായി മാറിയപ്പോൾ ദൈവികമായ മത്സ്യാവതാരം പ്രത്യക്ഷപ്പെട്ടു. അവന്റെ തലയിൽ തോണിയെ കെട്ടി അതിനെ കയറ്റി. സത്യവ്രതൻ, സപ്തമർഷിമാർ, വേദങ്ങൾ എല്ലാവരും അതിൽ സുരക്ഷിതരായി. പ്രളയം കടലിലൂടെ വിഷ്ണു മീൻ രൂപത്തിൽ തോണിയെ നയിച്ചു. അതിനിടെ ഹൈഗ്രീവൻ എന്ന അസുരൻ വേദങ്ങളെ മോഷ്ടിച്ച് അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ മത്സ്യാവതാരമായ ഭഗവാൻ അവനെ തോൽപ്പിച്ചു. വേദങ്ങൾ തിരികെ പുനഃസ്ഥാപിച്ചു. സത്യം വീണ്ടും ലോകത്ത് വരാൻ തുടങ്ങുന്നു. പ്രളയം അവസാനിച്ചു. ഭൂമി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വെളിച്ചവും ജീവിതവും വീണ്ടും ഉയർന്നു. സത്യവ്രതൻ പിന്നീട് വൈവസ്ത മനുവായി അറിയപ്പെട്ടു. മനുഷ്യരാശിയുടെ പിതാവായി. അതിനുശേഷം ആരംഭിക്കുന്നത് പുതിയൊരു കാലഘട്ടം. ഇതാണ് മത്സ്യാവതാരം. ധർമ്മം നിലനിൽക്കുന്നത് കാത്തുസൂക്ഷിക്കാൻ, വേദങ്ങൾ നിലനിൽക്കേണ്ടതിന്, ഭൂമിയെ രക്ഷിക്കേണ്ടതിന് ഭഗവാൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അവതാരം മത്സ്യാവതാരമായിട്ടാണ്.